നമ്മുടെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മാത്രമേ അദ്ദേഹം വരുന്നുള്ളൂ, അദ്ദേഹം അഭിപ്രായം പറയുന്നുള്ളൂ. മാറ്റണമല്ലോ, പല പരിപാടികളും അങ്ങനെ മാറ്റിവെക്കുന്നുണ്ട്. സർക്കാർ പരിപാടികളും പുത്തരിക്കണ്ടത്തോട്ട് മാറ്റിവെക്കുകയില്ലേ? അങ്ങനെ എവിടെ വേണം ഇങ്ങനെ വന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. അയാൾ ഭേദപ്പെട്ട ഒരു മിക്ക പ്രധാനമന്ത്രിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. 23-ാം തീയതി കേരളത്തിലെത്തുന്ന മോദി, അതായത് നമ്മുടെ കോർപ്പറേഷനിൽ അധികാരത്തിലേറിയ മേയർ തന്ന വാഗ്ദാനം, നമ്മുടെ ചന്ദ്രശേഖർ അദ്ദേഹം തന്ന ഒരു വാഗ്ദാനമായിരുന്നു, കോർപ്പറേഷൻ പിടിക്കുമെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ BJP ഭരിക്കുമെങ്കിൽ ഒരു 45 ദിവസത്തിനകത്ത് മോദി കേരളം സന്ദർശിച്ചിരിക്കും, പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളൊക്കെ പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ് 23-ാം തീയതി. അതായത് 23-ാം തീയതി മോദി കേരളത്തിലെത്തുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് സെൻട്രൽ സ്റ്റേഡിയമായിരുന്നു പാർട്ടിക്കാർ ആദ്യം നോക്കിയിരുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ചില എന്താണെന്നറിയില്ല, ആ സ്ഥലം വിട്ടുകൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. പക്ഷേ ഇതൊക്കെ ആയിരുന്നാലും BJPയെ തളർത്താൻ കഴിയില്ല എന്നുള്ളതാണ് സാധാരണക്കാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിലും ഒരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. അതിപ്പോൾ BJP തന്നെ വരണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്തായാലും ഇടതുപക്ഷം വേണ്ട, ഇനി ഇടതുപക്ഷം ഇനി നിയമസഭയിലേക്ക് ഇനി വേണ്ട, ഇനി UDFോ മറ്റ് വേറെ ഏതെങ്കിലും പാർട്ടി വരട്ടെ, അല്ലെങ്കിൽ ഭരണം മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ തന്നെ നമ്മൾ നേരിട്ട് കേൾക്കുന്നതല്ലേ ശരി. കേട്ടു നോക്കാം. പ്രധാനമന്ത്രി 23-ന് കേരളത്തിലെത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സെൻട്രൽ സ്റ്റേഡിയമാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സർക്കാർ വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ്, ഒരു പ്രധാനമന്ത്രി വരുന്നതല്ലേ? അതെ, അത് തികച്ചും ഒരു തെറ്റായ തീരുമാനമായിരിക്കും. കാരണം ഞാനും ഒരു BJP പക്ഷക്കാരനൊന്നും അല്ല. എങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാനും സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട്. പ്രധാനമന്ത്രി വന്ന് വരട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. അത് വരാൻ അധികാരമുള്ള ഒരാൾ തന്നല്ലോ അല്ലേ? അപ്പോൾ പിന്നെ അത് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നതിനോട് അധികാരത്തെക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മാത്രമേ അദ്ദേഹം വരുന്നുള്ളൂ, അദ്ദേഹം അഭിപ്രായം പറയുന്നുള്ളൂ. ഇവർക്കെന്തുകൊണ്ട് വ്യാപകമായ ഒരു പ്രചരണം നടത്താൻ സാധിക്കുന്നില്ല? ഇവരും മറിച്ച് പ്രചരണം നടത്തിക്കോട്ടെ. 23-ന് കേരളത്തിലെത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ സ്റ്റേഡിയമാണ് അവർ ആദ്യമേ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് സർക്കാർ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അതിനോട് അത് കോർപ്പറേഷൻ്റെ അല്ല, അത് കൊടുക്കില്ല. പ്രധാനമന്ത്രിയുടെ പിന്നെ പാർട്ടിക്കാർ വരികയല്ലേ, അദ്ദേഹം ഇവിടുത്തെ മേയർ കൊടുക്കണമല്ലോ. സാധാരണ ഇവിടെ ഏത് പരിപാടി നടന്നാലും കോർപ്പറേഷൻ്റെ അധികാര പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളുടെ അനുമതി അവരാണല്ലോ കൊടുക്കേണ്ടത്. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചായതുകൊണ്ട് അതിനേക്കാൾ വരുന്നല്ലേ, ഒരു പ്രധാനമന്ത്രി വരുന്നതല്ലല്ലോ, റിപ്പബ്ലിക് ആയ ഒരു രാജ്യമല്ലേ. അല്ല, അത് ആ രാജ്യത്തിന്റെ സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ പുത്തരിക്കണ്ടത്തോട്ട് പ്രോഗ്രാം മാറ്റണമല്ലോ, പല പരിപാടികളും അങ്ങനെ മാറ്റിവെക്കുന്നുണ്ട്. സർക്കാർ പരിപാടികളും പുത്തരിക്കണ്ടത്തോട്ട് മാറ്റിവെക്കുകയില്ലേ? അല്ല, ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്ക് തരില്ല എന്ന് പറയാനുള്ള വരുമ്പോൾ ആ സാഹചര്യം നോക്കണ്ടേ, പ്രോട്ടോക്കോൾ നോക്കണ്ടേ, ആ നടത്തപ്പെടുന്ന പരിപാടി എന്താണെന്നുള്ള അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയല്ലേ ഇടപെടാൻ പറ്റുള്ളൂ സർക്കാരിനെ. അതുകൊണ്ടായിരിക്കും സർക്കാർ അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മൂന്നാം ഭരണം നമ്മുടെ പിണറായി തന്നെ വരുമെന്നുള്ളത് ഉറപ്പാണ്, അതിലേറെ മാറ്റമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുവാണ് 23-ാം തീയതി. അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ ആ പരിപാടി നടത്തുന്നതിന് സെൻട്രൽ സ്റ്റേഡിയം വിട്ടുകൊടുക്കില്ല എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പകരം പുത്തരിക്കണ്ടമേ കൊടുക്കുള്ളൂ. അപ്പോൾ അത് പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അതിൽ അങ്ങനെ എവിടെ വേണം ഇങ്ങനെ കൊടുക്കാം, അങ്ങനെ എവിടെ വേണം ഇങ്ങനെ വന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. അയാൾ ഭേദപ്പെട്ട ഒരു മിക്ക പ്രധാനമന്ത്രിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. മനസ്സിലായില്ലേ? അതെ, ഞാനിപ്പോൾ കോൺഗ്രസ് എന്ന് മാത്രമല്ല, നല്ലതിനെ നല്ലതെന്ന് തന്നെ തീർച്ചയായിട്ടും നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. നമ്മൾ വലിയ ആൾ കൂടിയാണെങ്കിൽ ശംഖും കടപ്പുറത്ത് പോവാം, എവിടെ വേണമെങ്കിലും അങ്ങേർക്ക് നടപ്പാം. അതിനൊന്നും കാര്യം എന്തെങ്കിലും നല്ലൊരു പ്രധാനമന്ത്രി തന്നെയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി. പക്ഷെ അണികളിൽ വടക്കേന്ത്യയിലൊക്കെ കുറേ തെറ്റുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങേര് എല്ലാം കാണുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ മുഖ്യനെ പോലെ ഒന്നും കാണാതിരിക്കുന്നില്ലെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുവാണ് 23-ാം തീയതി. അപ്പോൾ അത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രോഗ്രാം നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ സർക്കാർ അതിന് ഒരു ചെറിയൊരു വൈഷമ്യം പറഞ്ഞത് കാരണം അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ഒരു തടസ്സം പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് VIP-യുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ പരിഗണന വെച്ചായിരിക്കും എന്ന് തോന്നുന്നില്ല. സർക്കാർ അനുമതി കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. അത് ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും വളരെ കൃത്യമായി ഈ സർക്കാർ നരേന്ദ്രമോദിയുടെ ആ സന്ദർശനത്തിന് അനുമതി കൊടുക്കും. സംശയം വേണ്ട, കൊടുക്കും. പിന്നെ ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടാകാൻ കാരണം അത് ഒരു തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ BJPക്ക് അങ്ങനെ അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്ന്
ആദ്യഘട്ടമൊന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ BJPയും CPM തമ്മിലുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നരേന്ദ്രമോദിക്ക് അനുവാദം കൊടുക്കും, സംശയം വേണ്ട. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തിൽ ഒരിക്കലും വരില്ല. എന്തുകൊണ്ടാണ് ഏട്ടാ അത്? കേരളത്തിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണല്ലോ. ഒരു ഭാഗത്ത് CPM, ഒരു ഭാഗത്ത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇടതു മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണി. ആ രാഷ്ട്രീയമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ 10 വർഷമായിട്ട് അങ്ങനെ ഒരു ഇതല്ല, മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ലോക്കൽ ബോഡീസിലേക്കൊക്കെ ചെറിയ ഒരു കാല് വയ്ക്കാൻ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും കേരളത്തിൻ്റെ ചിത്രം എപ്പോഴും ഇടതുപക്ഷ മുന്നണി UDF. അല്ല, നിയമസഭയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷമാണ്, UDF വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും? ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു ജനങ്ങളുടെ പൊതുവികാരം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സംഘടനാപരമായ ശക്തിയല്ല, അത് പിണറായിസത്തിനെതിരായുള്ള വോട്ടായിരുന്നു. CPM അല്ല, പിണറായിസം. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ആ പിണറായിസത്തിനെതിരായുള്ള ഒരു മൂവ്മെൻ്റായിരുന്നു. അത് വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണോ? ഇപ്പോൾ വരുന്ന വിജയിക്കും. അങ്ങനെയെങ്കിൽ എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ്? 85-100 നിൽക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും. പക്ഷേ ഒരു വർഗീയ ധ്രുവീകരണത്തിനാണ് CPM അല്ല, പിണറായി വിജയൻ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ RSSനേക്കാൾ വലിയൊരു വർഗീയ ധ്രുവീകരണം ഈ കേരളത്തിലുണ്ടാക്കാൻ, അതിലെങ്ങനെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു അജണ്ട നടത്തിക്കൊണ്ടിരിക്കും. അതിനകത്ത് പ്രധാനമായുമുള്ളത് കാലാകാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPMന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രബല കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി കുറേശ്ശെ BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. രണ്ടുപേരും, ആ കമ്മ്യൂണിറ്റിയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ അവർ സംസാരിക്കുന്നതും പിണറായി വിജയൻ സംസാരിക്കുന്നതും ഒരേ രീതിയിലാണ്. അതെ, അവർ രണ്ടുപേരും ഒരേ പാതയിലാണ്. ഒരേ പാതയിലാണ്. ആ രണ്ടിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി 30-70 റേഷ്യോ. 30 എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ വരുന്നതും ആ 70 എങ്ങനെ മേൽക്കൈ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വേറെ കമ്മ്യൂണിസം ഒന്നും ഇനി ഇവിടെ പറഞ്ഞുകൊണ്ട് വെക്കത്തില്ല. എങ്ങനെ വർഗീയ ദുരന്തം ഉണ്ടാക്കി അതിനകത്ത് ലാഭം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. കമ്മ്യൂണിസം അതൊരു നല്ല അപ്പോൾ തകർന്നു പോയത്. അതെ, ഇപ്പോൾ കമ്മ്യൂണിസത്തിനൊന്നും ലക്ഷ്യമൊക്കെ തകർന്നു. അതെ, ഇപ്പം ജനങ്ങൾ എങ്ങനെ, കാരണം ജനങ്ങൾ ഒരുപാട് ദിവസം കഴിയുന്തോറും CPMൻ്റെ പാർട്ടി ഭാരവാഹികൾ തന്നെ ജയിലിനകത്ത് കഴിയുന്നതിൽ നമ്മൾ കാണുന്നത്. അവർ പാർട്ടി ഭാരവാഹികളാണെന്ന് അല്ല എന്ന് തള്ളിപ്പറയാൻ പോലും CPM തയ്യാറാകുന്നില്ല. അതെ, ഇപ്പം തന്നെ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഒന്ന് മന്ദീഭവിച്ച് നിൽക്കുകയാണ്. അറസ്റ്റോടുകൂടി അവസാനിപ്പിച്ച് മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമായിരുന്നു. അതെ.